السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد. 10ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാദരണീയനായ ഉദ്ഘാടകൻ, ഫലസ്തീൻ എംബസി മീഡിയ അഡ്വൈസർ ഡോക്ടർ അബ്ദുറസാഖ് അബൂ ജസർ, അധ്യക്ഷപദം അലങ്കരിക്കുന്ന സമ്മേളന സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ KLP യൂസുഫ് സാഹിബ്, KNM മർക്കസ് ദഅവ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബ്, ജനറൽ സെക്രട്ടറി ജനാബ് CP ഉമർ സുല്ലമി, ട്രഷറർ ജനാബ് M അഹമ്മദ് കുട്ടി മദനി, കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് പ്രൊഫസർ അബ്ദുൽ ഹമീദ് മദീനി, ജനറൽ സെക്രട്ടറി ഡോക്ടർ K ജമാലുദ്ദീൻ ഫാറൂഖി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് PMA സലാം, മുൻ മന്ത്രിയും ട്രേഡ് യൂണിയൻ അഖിലേന്ത്യാ നേതാവുമായ ജനാബ് എളമരം കരീം MP, CPI സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്യം, സ്ഥലം MLAയും സമ്മേളന കാര്യദർശികളിൽ ഒരാളുമായ TV ഇബ്രാഹിം MLA, ബഹുമാന്യരായ PTA റഹീം MLA, P അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA, പരോക്ഷമാർഗ വിജ്ഞാന കേന്ദ്രം അധ്യക്ഷൻ ആത്മദാസ് യമി, കാലിക്കറ്റ് ഡയസ് ചാൻസലർ ഫാദർ സജീവ് വർഗീസ്, പത്മശ്രീ ചെറുവയൽ രാമൻ, ജെയിൻ ടെമ്പിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ രമേശ് G മേത്ത, ബുദ്ധിസ്റ്റ് ഉപാസകൻ ആചാര്യ ശ്രീ പവിത്രൻ NK, കാലിക്കറ്റ് പാർസി അഞ്ചുമൻ പ്രസിഡന്റ് സുബിൻ മാർഷൽ, ഇന്ന് ഈ വേദിയിൽ ആദരിക്കപ്പെടുന്ന ഗുരുനാഥൻ, ബഹുമാന്യ പണ്ഡിതനും ചിന്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ P മുഹമ്മദ് കുട്ടശ്ശേരി അവർകൾ, പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ഡോക്ടർ P മുസ്തഫ ഫാറൂഖി, പ്രഭാഷണം നിർവഹിക്കുന്ന സംസ്ഥാന ഹജ്ജ് ബോർഡ് അംഗം ഡോക്ടർ IP അബ്ദുൽ സലാം, സമ്മേളന സോവനിർ പരിചയം നടത്തുന്ന എഡിറ്റർ ഹാറൂൻ കക്കാട്, പുസ്തക പരിചയം നിർവഹിക്കുന്ന മുഹ്സിൻ തൃപ്പനച്ചി, പ്രമേയാവതരണം നടത്തുന്ന MK ഷാക്കിർ, വിശുദ്ധ വചനങ്ങളുടെ പാരായണം നിർവഹിച്ച കുബ എജി ഹോം വിദ്യാർത്ഥികൾ, സ്വാഗതഗാനം ആലപിക്കുന്ന ഹലീം മമ്പാട് ആൻഡ് ടീം, സോവനീർ ഏറ്റുവാങ്ങുന്ന ഹാരിസ് കാവുങ്ങൽ, പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന സാബിർ ഷൗക്കത്ത്, KMT മുഹമ്മദ് അലി, അബ്ദുൽ ഗഫൂർ വളപ്പിൽ, നന്ദി പ്രകാശിപ്പിക്കുന്ന KNM മർക്കസ് ദഅവ സംസ്ഥാന സെക്രട്ടറി C മമ്മു സാഹിബ് കോട്ടക്കൽ, പ്രസീഡിയം അലങ്കരിക്കുന്ന അഡ്വക്കേറ്റ് M മൊയ്തീൻകുട്ടി സാഹിബ്, അബ്ദുൽ കരീം എഞ്ചിനീയർ, KP മുഹമ്മദ് കൽപ്പറ്റ, ഡോക്ടർ അബൂബക്കർ കാസർഗോഡ്, CA അബൂബക്കർ കണ്ണൂർ, അബ്ദുൽ റഷീദ് മടവൂർ, അബ്ദുപ്പ ഹാജി എടത്തനാട്ടുകര, P മുഹമ്മദ് കുട്ടി ഹാജി തെക്കൻകുറ്റൂർ, അബ്ദുസലാം മാസ്റ്റർ തൃശ്ശൂർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ടാതിഥികളെ, ഘടകങ്ങളുടെ ഭാരവാഹികളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, നിയമപാലകർ, ഉദ്യോഗസ്ഥർ, വിവിധ തുറകളിൽ കഠിനാധ്വാനം ചെയ്തു വരുന്ന സന്നദ്ധ സേവകരെ, സ്വദേശത്തും വിദേശത്തു നിന്നുമായി സമ്മേളനം വീക്ഷിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, അനൽപമായ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബഹുസ്വര കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിന് കരുത്തും ഉണർവും നൽകി 10ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ തിരശ്ശീല ഉയരുകയാണ്. കഴിഞ്ഞ ഒരു വർഷം ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ സന്ദേശ പ്രചരണവുമായി കേരളത്തിനകത്തും പുറത്തുമായി നടത്തിയ വൈവിധ്യമാർന്ന അനേകം പരിപാടികളുടെ പരിസമാപ്തിയിലാണ് ഇന്ന് കൂടിയ 4 ദിനങ്ങളിലായി കേരളം ഉറ്റുനോക്കുന്ന ഈ മഹാസമ്മേളനം കരിപ്പൂരിലെ വിശാലമായ ഈ വിളനിലത്തിൽ നടക്കുന്നത്. സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവത്ര സ്തുതികൾ. പോയ 10 ദിനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഈ പച്ചത്തുരുത്ത് പച്ചയായ മനുഷ്യരുടെ സംഗമ കേദാരഭൂമിയായിരുന്നു. വിവിധ ജാതി മതസ്ഥർ, ഭിന്ന ആശയക്കാർ, വിവിധ തൊഴിൽ ചെയ്യുന്നവർ, കുട്ടികൾ, സ്ത്രീകൾ, വയോവൃദ്ധർ, ഭിന്നശേഷിക്കാർ, അന്യസംസ്ഥാനക്കാർ, പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്നവർ തുടങ്ങി അനേകായിരങ്ങൾ മാനവികതയുടെ മഹത്വം നുകർന്നും പകർന്നും അതിശയോക്തിക്ക് ഇടമില്ലാത്ത വിധം രാപ്പകൽ ഭേദമന്യേ ഈ മണ്ണിനെ
പട്ടണ സമാനമാക്കി തീർത്തു. ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യ സമ്പത്തും നവീനതയുടെ പുതു ആശയങ്ങളും മഴവിൽ പോലെ ഇഴചേർത്ത് ഈ സമ്മേളനത്തിൻ്റെ സംഘാടനം മികച്ചതാക്കാൻ സംഘാടകർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മാധ്യമലോകത്തെ പ്രവർത്തകർ, പൊതുജനങ്ങൾ, നിയമപാലകർ, രാഷ്ട്രീയ ഭരണകൂട നേതൃത്വം, വിവിധ മത സാമുദായിക രാഷ്ട്രീയ പ്രവർത്തകർ, ഈ പ്രദേശത്തെ കർഷകർ, നല്ലവരായ നാട്ടുകാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരുടെയും നിസ്സീമമായ പിന്തുണയും കലർപ്പില്ലാത്ത സ്നേഹവായ്പും ഈ സമ്മേളനം സർവ്വമനുഷ്യരുടെയും മാനവികത തുടിക്കുന്ന മഹാസമ്മേളനമായി രൂപമാറ്റം കൈവരിക്കാൻ സഹായിച്ചു. സമ്മേളന പ്രമേയത്തെ പ്രയോഗതലത്തിൽ സാക്ഷാത്കരിക്കുവാൻ ഈ കൂട്ടായ്മയിലൂടെ സാധ്യമായിട്ടുണ്ട്. അതുതന്നെയാണ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നതും ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. 40-ലധികം സെഷനുകളിൽ പരശതം ചിന്തകർ സംബന്ധിക്കുന്ന പഠനാർഹമായ പ്രഭാഷണങ്ങൾക്കും പ്രബന്ധങ്ങൾക്കും അവതരണങ്ങൾക്കും വിവിധ വേദികൾ ഇന്ന് മുതൽ മിഴി തുറക്കുകയാണ്. മദീനത്തുന്നൂർ, വെളിച്ചം നഗർ, ഇത് എല്ലാവരുടേതുമാണ്. ഇവിടെ അന്യരായി ആരുമില്ല. സാഹോദര്യത്തിൻ്റെ പാദസ്പർശം ഇവിടെയുള്ള ഓരോ പുൽക്കൊടിയെയും ഹർഷപുളകിതമാക്കുന്നുണ്ട്. മാനവികതയുടെ അതരചലനങ്ങൾക്ക് പറവകൾ താളം പിടിക്കുന്നുണ്ട്. സ്നേഹനിശ്വാസങ്ങളെ ഇളം തെന്നലുകൾ തഴുകിത്തലോടുന്നുമുണ്ട്. ഈ വാത്സല്യ നഗരിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംഘാടക സമിതി ചെയർമാൻ പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാബഹാജി സമ്മേളന പ്രവർത്തനങ്ങളിൽ സജീവമായ നേതൃത്വം വഹിച്ചു വരുന്നതിനിടെ അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകപ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും 2023 ഖത്തർ വേൾഡ് കപ്പ് ഉദ്ഘാടകരിൽ ഒരാളും ഭാരതത്തിൻ്റെ ഉറ്റ സുഹൃത്ത് രാജ്യമായ ഖത്തറിൻ്റെ ഗുഡ്വിൽ അംബാസഡറുമായ ഖാനിം അൽ മുഫ്താഹ് ഈ മഹത്തായ സമ്മേളനത്തിലെ വിശിഷ്ടാതിഥിയായി ഇന്ന് പങ്കെടുക്കേണ്ടതായിരുന്നു. ഏതാനും ദിവസം മുമ്പ് വന്നു ചേർന്ന ചില അസൗകര്യത്താൽ അദ്ദേഹത്തിന് ലണ്ടനിൽ നിന്നും എത്തിച്ചേരാൻ സാധിക്കാതെ വന്നു. ഈ മഹത്തായ സമ്മേളനത്തിന് അദ്ദേഹം എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും അറിയിച്ചിട്ടുണ്ട്. ആരുടെയും പേരുകൾ ഇനി പ്രത്യേകം എടുത്തു പറഞ്ഞ് സമയനഷ്ടം വരുത്തുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. അയ്യുഹൽ ലൈഫ് ഷറഫ് അൽ ഫാളിൽ ദക്തൂർ അബ്ദുർ റസാഖ് അബൂ ജസർ അൽ മുസ്തശാർ ഫി സഫാറത്ത് ഫലസ്തീൻ ബിൽ ഹിന്ദ് വഅഇസ്സാഉൽ കിറാം ബികുല്ലി ഫറഹിൻ വസുറൂരിൻ ഉറഹിബു ബിക്കും ജമീഅ ഇലാ ഹാദൽ മുഅ്തമറിൽ മുബാറക് ഹൈസു യുനാഖിഷ് അസ്നാഅ ജൽസാത്തിൻ മുതനവ്വിഅ ഖിലാൽ അൽ അയ്യാമിൽ അർബഅത്തിൽ ഖാദിമ ഖളായ ദീനിയ ഇജ്തിമാഇയ ثقافية تربوية التي تمس بمسيرة البشرية والأمرانية العالمية عاماً وفي الهند خاصة وفي ولاية كيرلا بالتحديد. ويرفع المؤتمر شعاراً النور الإلهي المقدس للإنسانية العالمية، حيث يقدم المؤتمر رسالة سامية للوحدة الإنسانية ألا وهي اتباع هدي القرآن وامتثاله. ويهدف هذا المؤتمر إلى الأخوة العالمية والتسامح والتعايش بين الأمم والإصلاح والتجديد الاجتماعي المستمر المدعم بالإخلاص والإتقان. وندعو الدعم والمساندة من كل من يحب ويرغب في تقدم البشرية وتصغيتها اعتقاديا واجتماعيا. ولا أطيل كلامي. Our distinguished guest, Dr. Abdur Razak Abu Jazar, the media advisor at the Embassy of Palestine in New Delhi, esteemed guests, dignitaries and honored delegates, on behalf of the organizing committee
it is my distinct pleasure to extend a warm welcome to each and every one of you to the 10th Kerala State Islamic Conference, that Kerala Mujahid States Conference. We gather here with a shared sense of purpose and unity, embracing the rich diversity of our heritage and celebrating our collective aspirations for a bright future. As we embark on the journey of enlightenment and collaboration, let us foster an atmosphere of open dialogue, mutual respect and understanding, transcending borders and boundaries for meaningful connections and build bridges of cooperation. Together, let us strive to uphold the timeless principles of compassion, justice and tolerance that lie at the heart of Islam, guiding our action and shaping our interactions with one another. May this conference be a beacon of inspiration and catalyst for positive changes as we work together towards a world of peace, harmony and prosperity for all. Once again, I extend my heartfelt welcome to each of you, and I eagerly anticipate the insightful discussion and fruitful exchanges that lie ahead. Thank you very much. Assalamu alaikum wa rahmatullah.